നമസ്കാരം. അമൃത ഭാരതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിലൂടെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുന്ന ഭാരതത്തിന്റെ നേട്ടങ്ങളാണ് ഈ പരിപാടിയിലൂടെ നാം എന്നും പങ്കുവയ്ക്കാറുള്ളത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന വന്ദേമാതരം ഗീതത്തിന്റെ 150-ാം വാർഷികവേളയിൽ ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ പൂർണ്ണ വന്ദേമാതരം മുഴങ്ങിക്കേട്ട 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഈ ചരിത്ര നിമിഷത്തിൽ 2047-ൽ ഇന്ത്യയെ ഒരു പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച പുതിയ ദിശാബോധമാണ് സപ്തധാര. പണ്ടുകാലത്ത് ഭാരതീയ സംസ്കാരത്തിന്റെ ജീവനാഡിയായി സപ്തസിന്ധു നദികൾ ഒഴുകിയതുപോലെ വരും ദശകങ്ങളിൽ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ 7 വികസന പ്രവാഹങ്ങളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിർമ്മാണ മേഖല, കൃഷി, അത്യാധുനിക സാങ്കേതികവിദ്യ, ഗതിശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിരോധ മേഖല, ഗ്രീൻ ബ്ലൂ എക്കോണമി, സോഫ്റ്റ് പവർ എന്നീ 7 സപ്തസമ്പങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനത്തിലേക്ക്. വരും വർഷങ്ങളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളേക്കാൾ വേഗത്തിൽ രാജ്യം കുതിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സപ്തധാരയുടെ 1ാം ധാരയായി നിർമ്മാണ ശക്തിയെ അഥവാ മാനുഫാക്ചറിംഗ് പവറിനെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാനുഫാക്ചറിംഗ് സെക്ടറിനെ നമ്മൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. വാല്യൂ ചെയിൻ പൂർണ്ണമായും നമ്മുടേതായിരിക്കണം. അതിനായി ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും നമ്മൾ തന്നെ നിർമ്മിക്കണം. നമുക്ക് സമ്പൂർണമായ മാനുഫാക്ചറിങ്ങും അതുപോലെ സമ്പൂർണമായ ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. ഡിസൈൻ മുതൽ മാനുഫാക്ചറിംഗ് വരെ ഭാരതത്തെ ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ ഭാഗമാക്കണം. നമുക്ക് ലോകത്തിന്റെ വിശ്വസനീയ കേന്ദ്രമായി മാറണം. ഇതിനായി 3 കാര്യങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, വലിയൊരു അവസരമാണ്. ഈ അവസരം കൈവിട്ടു കളയരുത്. ഇതിനായി കോസ്റ്റ്, ക്വാളിറ്റി, സ്കെയിൽ എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉയരേണ്ടതുണ്ട്. ചിപ്പുകൾ മുതൽ വലിയ യന്ത്രഭാഗങ്ങൾ വരെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സമ്പൂർണ്ണ വാല്യൂ ചെയിൻ രാജ്യം കെട്ടിപ്പടുക്കണം. സീറോ ഡിഫക്റ്റ് പ്രിസിഷൻ മാനുഫാക്ചറിംഗ് അഥവാ പഴുതില്ലാത്ത മികച്ച ഗുണനിലവാരം ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് മൂല്യമായി മാറണം. ലോകത്തിനു മുന്നിൽ വിശ്വസനീയമായ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഹബ്ബായി ഇന്ത്യ മാറുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സപ്തധാരയിലെ 2ാമത്തെ ശക്തി കൃഷിയും ഭക്ഷ്യ ഉൽപാദനവുമാണ്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറേണ്ടതുണ്ട്. FTA കാരണം നമ്മുടെ കർഷകർക്കായി ഇപ്പോൾ ലോക വിപണികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ വലിയൊരു മാർക്കറ്റാണ് ലഭിക്കുന്നത്. നമുക്ക് അവിടെ വരെ എത്തണം. ആ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. കൃഷിസ്ഥലം മുതൽ കയറ്റുമതി വിപണി വരെ നമ്മൾ വളരേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, ചെറുധാന്യങ്ങളാകട്ടെ, നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളാകട്ടെ, നമ്മുടെ പഴങ്ങളും പൂക്കളുമാകട്ടെ, എന്താണ് നമുക്കില്ലാത്തത്? ഉള്ളതെല്ലാം ആഗോള ബ്രാൻഡുകളായി മാറണം. നമ്മുടെ കർഷകർ രാസമുക്ത കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരും. ലോകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ രീതിയിലും മികവ് തെളിയിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലോക വിപണിയിലേക്ക് എത്താം. 2ാമത്തെ ശക്തിധാര കാർഷിക മേഖലയും ഭക്ഷ്യ സംസ്കരണവുമാണ്. പരമ്പരാഗത കൃഷിയിൽ നിന്നും മാറി ആഗോള സ്വീകാര്യതയുള്ള ഓർഗാനിക് ഫ്രീ ഉൽപ്പന്നങ്ങളിലേക്ക് ഭാരതീയ കർഷകർ കടക്കണം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പാൽ, തദ്ദേശീയ കാർഷിക വിളകൾ എന്നിവയെ പുതിയ സ്വതന്ത്ര വ്യാപാര കരാറുകൾ വഴി ലോക വിപണിയിൽ ബ്രാൻഡ് ചെയ്യണം. അന്താരാഷ്ട്ര തലത്തിൽ വളം വില കുതിച്ചുയരുമ്പോഴും കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യൂറിയയും DAPയും ലഭ്യമാക്കുന്ന കേന്ദ്ര നയം തുടരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് AIയുടെ കാലമാണ്. ക്വാണ്ടത്തിന്റെയും സ്പേസിന്റെയും റോബോട്ടിക്സിന്റെയും ഡാറ്റാ സെന്ററുകളുടെയും കാലമാണ്. പൂർണ്ണമായും പുതിയൊരു മേഖലയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. എമർജിംഗ് ടെക്നോളജി പ്രതിനിമിഷം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വെറും ഒരു വിപണി മാത്രമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. പകരം നമ്മൾ ഇന്നോവേഷന്റെ ഹബ്ബായി മാറണം. UPIയിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മൾ നമ്മുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഭാരതം
അതിൻ്റെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ലോകത്തെ നയിക്കാൻ ഭാരതത്തിന് സാധിക്കണം. മെയ്ഡ് ഇൻ ഇന്ത്യ 6G രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരണം. ഇതൊരു ലക്ഷ്യമായി കണ്ട് നമ്മൾ ഇതിനായി വേഗത്തിൽ പ്രവർത്തിക്കണം. നമ്മുടെ പ്രയത്നങ്ങൾ ഒട്ടും കുറയാനും പാടില്ല. മൂന്നാമത്തെ സ്തംഭം സാങ്കേതിക വിദ്യയും നവീകരണവുമാണ്. കേവലം സാങ്കേതിക വിദ്യയുടെ വിപണിയാകാതെ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ്, സെമി കണ്ടക്ടറുകൾ എന്നിവയുടെ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറണം. ഇതിനകം പ്രവർത്തനം ആരംഭിച്ച 3 കൂറ്റൻ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് പുറമെ അടുത്ത 7-8 വർഷത്തിനുള്ളിൽ 8 പുതിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി രാജ്യത്ത് വരുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതോടൊപ്പം പ്രതിവർഷം 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സൗജന്യ പരിശീലനം നൽകുന്ന വിപ്ലവകരമായ പദ്ധതിയും പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്തിനകത്ത് തടസ്സങ്ങളില്ലാത്ത വേഗത്തിലുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ഈ ഗതിശക്തിക്ക് നമ്മൾ ഊന്നൽ നൽകണം. അതുപോലെ തന്നെ നഗരങ്ങളെ ഹൈ സ്പീഡ് റെയിലുകൾ വഴി നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആധുനിക ഹൈവേകൾ വേണം, ഇൻലാൻഡ് വാട്ടർ വേകൾ വേണം, എയർപോർട്ടുകൾ വേണം. അതുപോലെ തന്നെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തുറമുഖങ്ങൾ വെറുമൊരു സാധനങ്ങൾ ഇറക്കാനും കയറ്റാനുമുള്ള സ്ഥലങ്ങൾ മാത്രമാകരുത്. ലോകത്തിലെ കപ്പലുകൾ വന്ന് നങ്കൂരമിടാനുള്ള ഒരിടം മാത്രമായി അത് ഒതുങ്ങുകയും ചെയ്യരുത്. പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ദിശയിലേക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. നാലാമത്തെ ധാര PM ഗതിശക്തി അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഹൈവേകൾ, റെയിൽവേ, വന്ദേ ഭാരത് കോച്ചുകൾ, 100% റെയിൽവേ വിദ്യുച്ഛക്തീകരണം, ഹൈഡ്രജൻ ട്രെയിനുകൾ എന്നിവയിലൂടെ രാജ്യത്തെ ലോജിസ്റ്റിക്സ് വേഗത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. തുറമുഖാധിഷ്ഠിത വികസനത്തിലൂടെയും വിമാനത്താവള ശൃംഖലകളിലൂടെയും ഭാരതത്തിന്റെ കണക്ടിവിറ്റിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഗതിശക്തി ഊർജ്ജമേകും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭാരതവും ലോകവും ഇന്ന് ഒരുപോലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ലോകം മുഴുവൻ സ്വന്തം താല്പര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഭാരതത്തിന് വെറും ഒരു വിപണിയായി മാത്രം തുടരാൻ കഴിയില്ല. പ്രതിരോധ മേഖലയിൽ നാം സ്വയം പര്യാപ്തത നേടിയേ മതിയാകൂ. നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചു നൽകുന്ന ഒരു ഗ്ലോബൽ സപ്ലയർ ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഡ്രോൺ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ഹൈപ്പർസോണിക് ഡിഫൻസ് ടെക്നോളജീസിൽ നേതൃസ്ഥാനം നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഓരോ വീട്ടിലും വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സൈബർ സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും പ്രതിരോധത്തിന്റെ ഒരു മേഖലയാണ്. നമ്മുടെ യുവാക്കളുടെ കാര്യക്ഷമത രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അഞ്ചാമത്തെ സ്തംഭം രക്ഷാശക്തി അഥവാ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയാണ്. ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ എന്നിവയിൽ ഇന്ത്യ ആഗോള പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സപ്തധാരയിലെ 6ാമത്തെ ശക്തി ഗ്രീൻ ഇക്കോണമിയും ബ്ലൂ ഇക്കോണമിയുമാണ്. ഇത് പരിസ്ഥിതി സൗഹൃദമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി, എനർജി സ്റ്റോറേജ്, ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലും നമ്മൾ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. ഭാരതം ഇന്ന് വലിയൊരു ഗ്രീൻ മൂവ്മെന്റിന്റെ കരുത്തുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഇക്കോണമിയിലും ഭാരതത്തിന് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് വിശാലമായ കടൽ തീരമുണ്ട് എന്നതും ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. മത്സ്യബന്ധനം, കോസ്റ്റൽ ടൂറിസം, ഓഷ്യൻ ടെക്നോളജി എന്നിങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന എത്രയോ മേഖലകൾ ഈ രംഗത്തുണ്ട്. 6ാമത്തെ പ്രവാഹം ഗ്രീൻ എക്കോണമിയും ബ്ലൂ എക്കോണമിയുമാണ്. പരിസ്ഥിതി സൗഹൃദമായ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം, 2047ഓടെ 100 ഗിഗാവാട്ട് ആണവോർജ്ജ ലക്ഷ്യം, ഇലക്ട്രിക് വാഹന വിപ്ലവം എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ വിപുലമായ കടൽ തീരങ്ങളും സമുദ്ര സമ്പത്തും ഉപയോഗപ്പെടുത്തിയുള്ള നീല സമ്പദ് വ്യവസ്ഥയും ഭാരതത്തിന്റെ നാളെയെ നിർണയിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതം സപ്തധാരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ 7ാമത്തെ ധാരയ്ക്ക് ലോകത്തിന് മുന്നിൽ അതിൻ്റെതായ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അതാണ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ. ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിന്റെ കരുത്ത് എന്നത് ഇന്ന് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ഭാരതവുമായി ചേർത്തു നിർത്തിയിരിക്കും. യോഗ ഇന്ന് ലോകത്തിന് ഒരു ഊർജ്ജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഭാരതത്തിന് മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാരണം കൂടിയായി ഇത് മാറുകയാണ്. ഭാരതത്തിന് വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദത്തിന്റെ പാരമ്പര്യമുണ്ട്,
ഭാരതത്തിൽ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഈ ഭാരതത്തിൽ ഹീൽ ഇൻ ഇന്ത്യ എന്ന മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഏഴാമത്തെയും അവസാനത്തേതുമായ ധാര ഭാരതത്തിന്റെ സോഫ്റ്റ് പവറാണ്. യോഗ, ആയുർവേദം, ഹീൽ ഇൻ ഇന്ത്യ, ആരോഗ്യ വിനോദസഞ്ചാരം, സാംസ്കാരിക പൈതൃകം എന്നിവയിലൂടെ ലോകത്തെ സ്വാധീനിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അതോടൊപ്പം 2036 ഇന്ത്യ വേദിയാകാൻ ആഗ്രഹിക്കുന്ന ഒളിമ്പിക്സ് കായിക മാമാങ്കത്തിനായി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് ക്യാമ്പയിനും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ സപ്തധാരകൾ ഒന്നിച്ചു ചേരുമ്പോൾ രൂപപ്പെടുന്ന ദേശീയ കരുത്തായിരിക്കും വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ നയിക്കുന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ അടുക്കളകളിലേക്ക് സുരക്ഷിതവും വില കുറഞ്ഞതുമായ പൈപ്പ് ലൈൻ ഗ്യാസ് എത്തുമ്പോഴുണ്ടാകുന്ന വമ്പൻ മാറ്റങ്ങൾക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തുടനീളം ഗാർഹിക PNG കണക്ഷനുകൾ അതിവേഗത്തിൽ വ്യാപിപ്പിക്കുന്നതിനായി പുതിയ ഇൻസെന്റീവ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള 1.74 കോടി PNG കണക്ഷനുകൾക്ക് പുറമെ കൂടുതൽ വീടുകളിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് കമ്പനികൾക്ക് കേന്ദ്രവിഹിതമായി കുറഞ്ഞ നിരക്കിലുള്ള തദ്ദേശീയ വാതകം കൂടുതൽ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി. സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വരുന്ന ഈ പദ്ധതിയുടെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക്. അടുക്കളകളിൽ സിലിണ്ടറുകൾ തീർന്നു പോകുമെന്ന വേവലാതിയോ ബുക്കിംഗ് കാത്തിരിപ്പോ ഇല്ലാതെ 24 മണിക്കൂറും തടസ്സമില്ലാതെ ലഭ്യമാകുന്ന ഇന്ധനമാണ് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG. നിലവിൽ രാജ്യത്തുടനീളം 1.74 കോടി ഗാർഹിക PNG കണക്ഷനുകളാണുള്ളത്. ഈ കണക്ഷനുകളുടെ എണ്ണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുതിയ ഇൻസെന്റീവ് സ്കീമിന് രൂപം നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ 2 ഘട്ടങ്ങളിലായി 6 മാസത്തേക്ക് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ സിറ്റി ഗ്യാസ് വിതരണം നടത്തുന്ന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ വലിയ ആനുകൂല്യം നൽകും. ഓരോ പുതിയ PNG കണക്ഷൻ നൽകുമ്പോഴും കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന APM അഥവാ വില നിയന്ത്രിച്ച പ്രകൃതിവാതകം അധികമായി അനുവദിക്കും. ഒരു കണക്ഷന് 200 SCM സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ എന്ന തോതിലായിരിക്കും ഈ അധിക വിഹിതം ലഭ്യമാവുക. നിലവിൽ CNG വാഹനങ്ങൾക്കായി വിതരണം ചെയ്യാൻ ഇറക്കുമതി ചെയ്യുന്ന വില കൂടിയ LNGക്ക് പകരമായി ഈ വില കുറഞ്ഞ വാതകം ഉപയോഗിക്കാൻ സിറ്റി ഗ്യാസ് കമ്പനികൾക്ക് സാധിക്കും. ഇത് കമ്പനികളുടെ ഇന്ധന സംഭരണ ചെലവ് വൻതോതിൽ കുറയ്ക്കും. പുതിയ ലൈനുകൾ സ്ഥാപിക്കാനായി പോകുന്ന ചെലവുകൾ തിരികെ പിടിക്കാനുള്ള സമയം 10 വർഷത്തിൽ നിന്നും വെറും 3 വർഷമായി കുറയുന്നതോടെ അതിവേഗം ഗ്രാമീണ നഗരപ്രദേശങ്ങളിലേക്ക് PNG ശൃംഖല വ്യാപിപ്പിക്കാൻ കമ്പനികൾ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷ. LPGയേക്കാൾ ഭാരം കുറവായതിനാൽ വായുവിൽ എളുപ്പത്തിൽ ലയിച്ചു പോകുന്ന PNG അപകട സാധ്യതകൾ വളരെ കുറഞ്ഞ സുരക്ഷിത ഇന്ധനമാണ്. സാമ്പത്തികമായി വലിയ ലാഭം നൽകുന്നതിനൊപ്പം വായുമലിനീകരണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒപ്പം PNGക്ക് മേലുള്ള മൂല്യവർദ്ധിത നികുതി 5% കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ദൈനംദിന ജീവിതഭാരം കുറയ്ക്കാനും സാങ്കേതികമായി സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഇന്ധനം എല്ലാ വീട്ടിലുമെത്തിച്ച് സ്വയം പര്യാപ്ത ഭാരതത്തിന് കരുത്തേകാനുമാണ് ഈ ഭാരത സർക്കാർ പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്വകാര്യ വിദേശ കോർപ്പറേറ്റ് അഗ്രിഗേറ്റർ ആപ്പുകളുടെ ചൂഷണങ്ങളിൽ നിന്നും അമിത സെർച്ച് പ്രൈസിംഗിൽ നിന്നും രാജ്യത്തെ ഡ്രൈവർമാർക്കും സാധാരണക്കാരായ യാത്രക്കാർക്കും പൂർണ്ണ മോചനം നൽകിക്കൊണ്ട് ഇന്ത്യൻ ഡിജിറ്റൽ റൈഡ് ഷെയറിംഗ് രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ സഹകാർ സേ സമൃദ്ധി എന്ന മനോഹരമായ കാഴ്ചപ്പാടിലൂന്നി പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത ടാക്സി ആപ്പാണ് ഭാരത് ടാക്സി. സ്വകാര്യ വിദേശ കമ്പനികൾ 30 മുതൽ 40% വരെ ഉയർന്ന കമ്മീഷൻ ഈടാക്കുമ്പോൾ തങ്ങളുണ്ടാക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശികളായി ഡ്രൈവർമാരെ അഥവാ സാരഥികളെ പ്ലാറ്റ്ഫോമിന്റെ സഹ ഉടമസ്ഥരാക്കി മാറ്റുന്ന സീറോ കമ്മീഷൻ മാതൃകയാണ് ഭാരത് ടാക്സിയുടെ സവിശേഷത. യാത്രക്കാർക്ക് സർചാർജുകളില്ലാത്ത സുതാര്യമായ നിരക്കും ഡ്രൈവർമാർക്ക് അർഹമായ അന്തസ്സും ഉറപ്പാക്കുന്ന ഭാരത് ടാക്സിയുടെ സമഗ്രമായ വിശേഷങ്ങളിലേക്ക്. 2002 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് STCL ആണ് ഭാരത് ടാക്സിയുടെ പിന്നിലെ ചാലകശക്തി. അമൂൽ, നാഫെഡ്, ഇഫ്കോ, നബാർഡ്, NCDC ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ 8 ദേശീയ സഹകരണ സ്ഥാപനങ്ങളുടെ കരുത്തിലാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമായത്.
ലാഭക്കൊതിയിൽ അധിഷ്ഠിതമായ വിദേശ കോർപ്പറേറ്റ് അഗ്രിഗേറ്റർമാരുടെ വിപണി കുത്തക തകർക്കുക മാത്രമല്ല, സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണം ഓരോ ഡ്രൈവർക്കും യാത്രക്കാരനും ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിലെ ഡ്രൈവർമാരാണ്. സാരഥി ഹി മാലിക് അഥവാ ഡ്രൈവർമാർ തന്നെ ഉടമകൾ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ ആപ്പിൽ ഡ്രൈവർമാർ കേവലം തൊഴിലാളികളല്ല, മറിച്ച് സഹകരണ സംഘത്തിലെ അംഗങ്ങളും അതേസമയം ഓഹരി ഉടമകളുമാണ്. ഹ്രസ്വമായ കാലയളവിൽ വിപ്ലവാത്മകമായ കുതിപ്പാണ് ഭാരത് ടാക്സി കൈവരിച്ചത്. 8,48,000-ത്തിലധികം ഡ്രൈവർമാരും 44 ലക്ഷത്തിലധികം സ്ഥിരയാത്രക്കാരും ഇന്ന് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇതുവരെ സാരഥികൾക്കായി 83.70 കോടി രൂപയുടെ വരുമാനമാണ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊടുത്തത്. ദില്ലി, NCR, ഗുജറാത്ത്, മുംബൈ, ലഖ്നൗ, ചണ്ഡീഗഡ്, ജയ്പൂർ, കാൺപൂർ, പൂനെ തുടങ്ങിയ വൻ നഗരങ്ങളിൽ നിലവിൽ ഭാരത് ടാക്സി സജീവമാണ്. പാറ്റ്ന, റാഞ്ചി, കൊൽക്കത്ത, അസം, ഭോപ്പാൽ, ഇൻഡോർ, നാഗ്പൂർ എന്നീ നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം 2029ഓടെ രാജ്യത്തുടനീളം സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. സീറോ കമ്മീഷൻ മാതൃകയിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നത്. റൈഡുകളിൽ നിന്നും യാതൊരു കമ്മീഷനും ഈടാക്കാതെ ചെറിയ സബ്സ്ക്രിപ്ഷൻ തുക മാത്രം ഈടാക്കിക്കൊണ്ട് ഡ്രൈവർമാർക്ക് തങ്ങളുടെ അധ്വാനത്തിന്റെ മുഴുവൻ തുകയും നേടാൻ സാധിക്കുന്നു. ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% സാരഥികളുടെ പേരിൽ ക്യാപിറ്റൽ നിക്ഷേപമാക്കുമ്പോൾ ബാക്കി 80% അവർ ഓടിച്ച കിലോമീറ്ററുകൾക്ക് ആനുപാതികമായി ബോണസായി തിരികെ നൽകുകയും ചെയ്യുന്നു. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഭാരത് ടാക്സി നൽകുന്നത്. മഴയുള്ളപ്പോഴോ തിരക്കുള്ള സമയങ്ങളിലോ നിരക്ക് ഇരട്ടിയാക്കുന്ന സർജ് പ്രൈസിംഗ് ഈ ആപ്പിൽ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. ഹിഡൻ ചാർജുകളോ അധിക കൺവീനിയൻസ് ഫീസോ ഇല്ലാതെ കൃത്യമായ ദൂരത്തിനും സമയത്തിനും മാത്രമുള്ള സുതാര്യമായ നിരക്ക് മാത്രമാണ് ഉപഭോക്താവ് നൽകേണ്ടത്. സെഡാൻ, ഹാച്ച്ബാക്ക്, SUV, ഓട്ടോറിക്ഷ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ ആപ്പിൽ ലഭ്യമാണ്. കൂടാതെ വിമാനത്താവളങ്ങളിൽ നിന്ന് നേരിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ സർവീസുകൾ ലഭ്യമാക്കുന്ന ഭാരത് ടാക്സി പ്രീപെയ്ഡ് കൗണ്ടറുകളും പലയിടത്തും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ആപ്പിലുള്ളത്. കൃത്യമായ പോലീസ് വെരിഫിക്കേഷന് ശേഷമാണ് ഓരോ സാരഥിയും വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. തത്സമയ യാത്രാ ട്രാക്കിംഗ്, എമർജൻസി SOS ബട്ടൺ, സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുമായുള്ള കൺട്രോൾ റൂം ഏകോപനം എന്നിവ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി സാരഥികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ആരോഗ്യ അപകട ഇൻഷുറൻസുകൾ, SBI വഴി മുദ്രാ വായ്പകൾ, വാഹന വായ്പകൾ എന്നിവയും സഹകരണ സംഘം വഴി ലഭ്യമാക്കുന്നു. പശ്ചിമബംഗാളിലെ യാത്രി സാധി ആപ്പുമായി സഹകരിച്ചുകൊണ്ട് ഡ്രൈവർ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സൊസൈറ്റി ധാരണാപത്രത്തിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും സഹകരണ പ്രസ്ഥാനത്തിന്റെ സാമൂഹിക സുരക്ഷയും സമന്വയിക്കുന്ന വിപ്ലവകരമായ നവയുഗ മാതൃകയാണ് ഭാരത് ടാക്സി. ഡ്രൈവർമാർക്ക് അർഹമായ മാനവിക അന്തസ്സും സുരക്ഷിതമായ ഉപജീവനവും നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് വിശ്വസനീയവും ലാഭകരവുമായ യാത്രാ സൗകര്യമൊരുക്കി ആത്മനിർഭർ ഭാരതത്തിന്റെ കരുത്തായി മാറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഭാരത് ടാക്സി പദ്ധതി. ഭാരതത്തിന്റെ ഗ്രാമീണ കുളങ്ങളിലും തടാകങ്ങളിലും മാത്രം വളർന്നിരുന്ന ഒരു പരമ്പരാഗത കാർഷിക വിള ഇന്ന് ആഗോള ഭക്ഷണ മേഖലയിലെ ഏറ്റവും ജനപ്രിയമായ സൂപ്പർ ഫുഡായി മാറിയിരിക്കുകയാണ്. അതെ, നമ്മുടെ സ്വന്തം മഖാന അഥവാ ഫോക്സ്നട്ട് ഇന്ന് വിദേശ വിപണികളെ പോലും കീഴടക്കുന്ന പുതിയ താരം. കേന്ദ്ര പെട്രോളിയം, കൃഷി, ഫുഡ് പ്രോസസിംഗ് മന്ത്രാലയങ്ങളുടെ സംയോജിത ഇടപെടലുകളിലൂടെയും പദ്ധതികളിലൂടെയും പ്രതിവർഷം 17 മുതൽ 18% വരെ വാർഷിക വളർച്ചയാണ് മഖാന വിപണി നേടിയിരിക്കുന്നത്. ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവയേക്കാൾ ഉയർന്ന പോഷക ഗുണമുള്ള കൊഴുപ്പ് വളരെ കുറഞ്ഞ ഈ ഹെൽത്തി സ്നാക്ക് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറിയിരിക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് PMFME എന്നീ പദ്ധതികളിലൂടെ പ്രാദേശിക ഉൽപ്പാദകർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വിപണി ഉറപ്പാക്കുകയും ചെയ്ത മഖാന വിപ്ലവത്തിന്റെ വിജയഗാഥയിലേക്ക് അമൃതഭാരതം കടക്കുന്നു. ലോകത്തിലെ ആകെ മഖാന ഉൽപാദനത്തിന്റെ 80 മുതൽ 85% വരെ സംഭാവന ചെയ്യുന്നത് ഭാരതമാണ്. ബീഹാറിലെ ദർഭംഗ, മധുബനി, പൂർണിയ, കട്ടിഹാർ തുടങ്ങിയ ജില്ലകളാണ് ഇതിന്റെ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ. കുറഞ്ഞ ഗ്ലൈസമിക് ലോഡ് ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്കും ഹൃദയാരോഗ്യ സംരക്ഷണത്തിനും ദഹനത്തിനും മഖാന ഏറെ ഉത്തമമാണ്.
അത്യാവശ്യ അമിനോ ആസിഡുകൾ അടങ്ങിയ മഖാനയിൽ 100 ഗ്രാമിൽ വെറും 0.33 ഗ്രാം മാത്രമാണ് കൊഴുപ്പുള്ളത്. 95% പ്രോട്ടീൻ ദഹനക്ഷമത നൽകുന്ന മഖാന ബദാം, അണ്ടിപ്പരിപ്പ്, വാൽനട്ട് എന്നിവയേക്കാൾ പോഷക സമൃദ്ധമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ സവിശേഷതയാണ് മഖാനയെ ആഗോള ഹെൽത്ത് സപ്ലിമെന്റ് വിപണിയിൽ മുൻപന്തിയിലെത്തിച്ചത്. ഒരു കാലത്ത് പരമ്പരാഗതവും കഠിനവുമായ പ്രക്രിയകളിലൂടെ മാത്രം സംസ്കരിച്ചിരുന്ന മഖാന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ സയന്റിഫിക് പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യകൾ വലിയ മാറ്റം കൊണ്ടുവന്നു. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ദേശീയ മഖാന ബോർഡിന്റെ രൂപീകരണവും ഫുഡ് പ്രോസസ്സിംഗ് മന്ത്രാലയത്തിന്റെ സഹായങ്ങളും സാങ്കേതികമായി ഈ മേഖലയെ ആധുനികവൽക്കരിച്ചു. ICAR മഖാന ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ആധുനിക ഡ്രൈയിംഗ്, പോപ്പിംഗ്, ഗ്രേഡിംഗ് മെഷീനുകൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. ഇത് കാർഷിക ചെലവ് കുറയ്ക്കുകയും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ സ്ഥാപത്കരണ പദ്ധതി PMFMEയുടെ കീഴിൽ 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് ആയി മഖാനയെ അംഗീകരിച്ചത് ഗ്രാമീണ മേഖലയിൽ തരംഗമായി. ബീഹാറിലെ നിരവധി ജില്ലകളിൽ 100 കണക്കിന് പുതിയ സൂക്ഷ്മ സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കാൻ കർഷകർക്ക് സാമ്പത്തിക ബാങ്കിംഗ് സഹായങ്ങൾ ലഭ്യമാക്കി. കർഷകരെ സംഘടിപ്പിച്ച് രൂപീകരിച്ച ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ വഴി ഇടനിലക്കാരുടെ ചൂഷണം അവസാനിച്ചു. കർഷകർ തന്നെ ഉൽപ്പന്നങ്ങൾ ഗ്രേഡ് ചെയ്ത് സംസ്കരിച്ച് നേരിട്ട് വിപണിയിൽ വിൽക്കുന്നതോടെ കർഷക കുടുംബങ്ങളുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിച്ചു. 2021-22 മുതൽ 2024-25 വരെയുള്ള കാലയളവിൽ പ്രതിവർഷം 17 മുതൽ 18% വരെയാണ് മഖാന വിപണിയുടെ വളർച്ചാ നിരക്ക്. ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള മഖാന അമേരിക്ക, കാനഡ, ജർമ്മനി, UAE, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള പ്രമുഖ വിദേശ രാജ്യങ്ങളിലെ ക്ലീൻ ലേബൽ വൈഗൻ വിപണികളിൽ വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു. ബീഹാറിൽ നിന്നുള്ള മിഥില മഖാനയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചതും APEDA വഴി വിദേശ ട്രേഡ് ഫെയറുകളിൽ ഭാരത സർക്കാർ മഖാനയ്ക്ക് വിപണനമൊരുക്കിയതും അന്താരാഷ്ട്ര തലത്തിൽ മുൻനിര ബ്രാൻഡുകൾക്ക് തുല്യമായ വില നേടാൻ കർഷകരെ സഹായിച്ചു. കേവലം ഗ്രാമീണ തടാകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണ പാടങ്ങളിൽ വെള്ളം നിർത്തി കൃഷി ചെയ്യുന്ന ഫീൽഡ് കൾട്ടിവേഷൻ സമ്പ്രദായം പ്രചാരത്തിലായതോടെ അസം, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും മഖാന കൃഷി വ്യാപിപ്പിച്ചു. തദ്ദേശീയമായ പാരമ്പര്യ വിളകളെ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് സൂപ്പർ ഫുഡുകളാക്കി മാറ്റി ഗ്രാമീണ കർഷകരുടെ കൈകളിൽ വികസനത്തിന്റെ സാമ്പത്തിക ഭദ്രത എത്തിക്കുന്ന ആത്മനിർഭർ ഭാരതത്തിന്റെ ഉജ്ജ്വല മാതൃകയായി ഇന്ന് മഖാന മാറിയിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ അമൃതഭാരതം വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വികസന വാർത്തകളുമായി അടുത്തയാഴ്ച ഇതേ സമയം ദൂരദർശൻ മലയാളത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.